അപ്പൊ ഗുരുതരമായ ഒരു വിഷയമാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പറയാം, 2018 ദുരന്തമുണ്ടായി, അതിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയി ആളുകളെ നമ്മൾ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് ആദ്യമായി അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആക്ഷേപം ഉന്നയിച്ചത് അന്ന് പറവൂർ MLA ആയ ഞാനാണ്. ഇന്ന് അതിനെ അടിവരയിട്ടുകൊണ്ടാണ് മന്ത്രി തന്നെ പറയാണ്, മന്ത്രി അന്നത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായ മാത്യു ടി തോമസിന് ഇതിന്റെ അകത്ത് നിർണായകമായ പങ്കുണ്ട്, പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഈ മന്ത്രി തന്നെ പറയുന്നതാണ് ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഗൌരവമായി അന്വേഷിക്കണം. 2 മന്ത്രിമാരും അടിയന്തരമായി രാജിവെക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2 മന്ത്രിമാരും അടിയന്തരമായി രാജിവെക്കണം. മാത്യു ടി തോമസ് ആദ്യം രാജിവെക്കണം. രണ്ടുപേരും രാജിവെക്കണം. 2018 നടന്ന എത്ര പേരാണ് മരിച്ചത്, എത്ര പേരാണ് ദുരിതത്തിലായത്, എത്ര പേരുടെ വെള്ളം കയറിയത്, എന്തെല്ലാം നശിച്ചു, എത്രയോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഒരു നിയോജകമണ്ഡലത്തിൽ ഒന്നാണ് എന്റെ പറവൂർ. ഇതിനൊക്കെ ആര് കണക്ക് പറയും? അതിൽ മറ്റൊരു മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് വേറെ മന്ത്രി പറയാണ്. ഒരേ പാർട്ടിയിലെ 2 മന്ത്രിമാരാണ് കുറിച്ചാണ് മറ്റേ മന്ത്രി ആക്ഷേപം ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് കൃഷ്ണൻകുട്ടിയുടെ ആരോപണം. ഇവര് രാജിവെക്കണം. ചെന്നൈ IIT കേന്ദ്ര ജലകമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ മഴ കാരണമാണ് പ്രളയം ഉണ്ടായെന്നാണ്. അപ്പൊ അതിനെ താങ്കൾ തള്ളി പറയുകയാണ്? അല്ലല്ല, അതിശക്തമായ മഴ വരുമ്പോഴുള്ള ഡാം മാനേജ്മെന്റ് ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കാൻ വേണ്ടി സൌകര്യത്തിലാണ് ഡാം മാനേജ്മെന്റ്. മഴ പെയ്യുമ്പോൾ ഡാം മാനേജ്മെന്റ് ചെയ്യണം. മഴ പെയ്യുമ്പോൾ, അതായത് ഇൻഫ്ലോ ഡാമിന്റെ അകത്ത്, ഞാൻ ഡാം മാനേജ്മെന്റ് പഠിച്ച ആളാണ്, അതുകൊണ്ട് പറയാം, താങ്കൾ നല്ല ചോദ്യം ചോദിച്ചത്. ഡാമിനകത്തേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കണക്കാക്കണം, മഴ പെയ്യാനുള്ള സാധ്യത കണക്കാക്കണം, താഴേക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ നിരപ്പ് അളക്കണം. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഡാം എപ്പോൾ തുറക്കണം, ഏത് സമയത്ത് അടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ മഴ ശക്തിയായിട്ട് ഈ കാച്ച്മെന്റ് ഏരിയയിൽ മഴ പെയ്യുന്നത് കൂടി കണക്കാക്കി, ആ പ്രഡിക്ഷൻ കൂടി കണക്കാക്കിയാണ് ഡാം മാനേജ്മെന്റ്. ഈ ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കുന്നതിന് വേണ്ടി അത് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അന്നത്തെ മന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ ഗൌരവമില്ലായിരിക്കണം? അല്ലല്ല, ഇത് ഇവര് പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒരു മന്ത്രിയാണ് ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ CPMന്റെ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന കൃഷ്ണൻകുട്ടിയെ നിങ്ങൾ തള്ളിപ്പറയാണ്. ഞാൻ കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. അത് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല. അല്ലല്ല, കൃഷ്ണൻകുട്ടി പറഞ്ഞാണുള്ളത്. ഈ കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞതല്ല എന്ന് തെളിയിക്കണ്ടേ? ഇത് ഉണ്ടാക്കിയതാണ് കൃഷ്ണൻകുട്ടിയുടെ. ഞാനിത് നേരത്തെ കേട്ടാണ്, പക്ഷെ ഇതെന്നെ കേൾപ്പിച്ച ആളെ എനിക്ക് തന്നില്ല ശബ്ദരേഖ. ഞാൻ നേരത്തെ കേട്ട ആളാണ്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കൊള്ളനാടിന്റെ ആ ശബ്ദരേഖ കിട്ടിയതുകൊണ്ട്, വളരെ മുമ്പ് ഈ ശബ്ദരേഖ കിട്ടിയതാണ്, ഞാൻ കേട്ടതാണ് ഈ ശബ്ദരേഖ. പക്ഷെ ശബ്ദരേഖ സൂക്ഷിച്ചു വെച്ചാൽ എന്റെ കയ്യിൽ തന്നില്ല. ഞാൻ കേട്ടാണ് ശബ്ദരേഖ മുഴുവൻ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കേട്ടില്ലല്ലോ, നേരത്തെ മുഴുവൻ കേട്ടാണ് ശബ്ദരേഖ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നുണ പറഞ്ഞ കൃഷ്ണൻകുട്ടിയും ആരോപണ വിധേയനായ മാത്യു ടി തോമസും അത് പറയണം. മാത്യു ടി തോമസ് ഇപ്പൊ മന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട എന്റെ LDF ആണ്.